മുട്ട അട വെക്കുന്നത് ഇതിനകത്തില്ല, ഈ റൂമിനകത്ത് ആണ്. മറ്റുള്ള കോഴികളുടെ ശല്യങ്ങളൊന്നും ഉണ്ടാവരുത്, ആള് കയറരുത്. അതിനെ കഥവൊക്കെ ഇട്ട് ഇത് ചെയ്തേക്കുന്നത്. ഇങ്ങോട്ട് ഇറങ്ങി കേറിക്കോ, ധൈര്യമായിട്ട് കേറിക്കോ. അതായത് ഈ സൈഡിൽ തുടങ്ങുവാണല്ലേ. ആ സൈഡിൽ പുള്ളിക്കോഴിയാണ്. പുള്ളിക്കോഴിയുടെ തന്നെ പല വെറൈറ്റിയാണ് നമുക്ക് ഇവിടെ വെച്ചിരിക്കുന്നത്. അടയാവുന്നതിന് നമ്മൾ കയറ്റി ഇവിടെ ഉണ്ട്. നമുക്ക് റൂമിലെ വെട്ടക്കുറവുണ്ട്, നമുക്ക് ക്ലിയർ ആവാത്തത്. അത് അട വെച്ചേക്കുന്ന ആ കോഴി താഴെയോട്ട് ഇറങ്ങി നിൽക്കുന്ന, ഇടയ്ക്കൊന്ന് താഴെ ഇറങ്ങി നിൽക്കും. അത് നമ്മളിവിടെ ഇങ്ങനെ ഈ വശത്തുനിന്ന് ആ വിരിഞ്ഞ് ഇങ്ങനെ വരുന്നത് എന്താ ഇറങ്ങിപ്പോയത്. ചിലപ്പോ ഒന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ ഒന്ന് ഇറങ്ങിപ്പോകും. ഇന്ന് വൈകിട്ടാണെങ്കിൽ അത്രയും മുട്ട ഇരിപ്പുണ്ട്. അതിൽ നിന്ന് 2 കോഴിക്കുള്ള മുട്ട ഇരിപ്പുണ്ട് അവിടെ. ആ മുട്ട എടുത്ത് അത് എടുത്തുകൊണ്ട് അവിടെ വെക്കും, സ്റ്റോർ ചെയ്യും. അങ്ങനെ മുട്ടൊക്കെ എടുത്ത് മുട്ടയുടെ അത് നമ്മൾ അതുപോലെ ജാഗ്രത ഇതായിട്ട് നോക്കണം. ഇടയ്ക്ക് വന്ന് നോക്കണം, കോഴി വല്ലതും ഇറങ്ങി പോയിട്ടുണ്ടോ, നമ്മൾ കൊത്തി മാറിപ്പോയിട്ടുണ്ടോ എന്ന് നോക്കണം. ഇത് തന്നെ അല്ല, ഈ ഒരു കോഴി അട വെച്ച് 150 രൂപ മേടിക്കുന്ന ചിലർ പരിഹാസമായിട്ട് പറയും. ഇതൊരെണ്ണം ഇനി 2 മാസം കഴിയണം മുട്ട ഇടണമെന്നുണ്ട്. ഇതിപ്പോ അട ഇറങ്ങി ഒരു 15 ദിവസം, പിന്നെ അത് തീറ്റ വേടിയൊക്കെ നടക്കും. 21 ദിവസത്തേക്ക് നടക്കും. 3, 4, 5, 6 ദിവസം കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കും. അപ്പൊ 2 കോഴിയുടെ കുഞ്ഞുങ്ങളെ ഒന്നിച്ചിടുമ്പോ ഒരു കോഴിയെ ഫ്രീ ആവും. അത് 40 ദിവസം 35 ദിവസം കഴിയാതെ പിന്നെ മുട്ട ഇടത്തില്ല. അപ്പൊ നമ്മള് ചോദിക്കാം, ഇത് മുട്ടയല്ലേ അല്ലെ, കോഴി ഇങ്ങോട്ട് വിരിഞ്ഞല്ലോ, ഇതൊക്കെ ഉണ്ടാവും. അതായത് ഈ കമന്റ് ഞാൻ ഇത് എടുത്തു പറയാൻ കാര്യം, നമ്മൾ എന്റെ തന്നെ പല വീഡിയോയിലും കമന്റുകളും ഒത്തിരി വരുന്നുണ്ട്. കമന്റ് പറയുന്നവർക്ക് ഇവിടെ വന്നു കണ്ടു കഴിഞ്ഞാൽ വിശദമായിട്ടുള്ള കാര്യങ്ങളല്ല, അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയതിന് ശേഷം കമന്റ് പറയുന്നവർ പറഞ്ഞോട്ടെ, അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്കത് നമ്മള് ഇതായിട്ടേ കാണുന്നുള്ളൂ, മൈൻഡ് ചെയ്യുന്നേ ഇല്ല. ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് അല്ലേ. അതായത് നാടൻ കോഴികൾക്ക് വേണ്ടിയിട്ട് മാത്രം. പിന്നെ ഈ പ്രകോപനം ഉണ്ടാക്കാൻ രാത്രി വിളിച്ചിട്ട് നമ്മളവിടെ ചൊറിയുന്ന ആൾക്കാരും ഉണ്ട്. അതിന് ഒക്കുന്ന രീതിയിൽ ഞാൻ മറുപടി പറയും. ചില്ലറയുടെ അല്ല, ചിലപ്പോ നമ്മള് ഒരു സഹി ഇട്ട് കഴിയുമ്പോൾ ഉണ്ട്. അവിടെ ഇരിക്കുന്ന വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാല്, ഇത് ആത്മാർത്ഥതയോടുകൂടി ഇരിക്കുന്ന കോഴികൾ, അതാണ്ട് ഇത് അത് അങ്ങനെയൊക്കെയുള്ള കോഴികള് വളരെ ആത്മാർത്ഥതയായിട്ടിരിക്കുന്ന കോഴികളാണ്. ഇതൊരു നേർച്ചയ്ക്കായിട്ടിരിക്കുക പുള്ളി, പകുതി മുട്ട പുറത്തിട്ടുണ്ട്. അതേസമയം മറ്റുള്ള കോഴികളാണെങ്കിൽ ആ ചുണ്ടുകൊണ്ട് അകത്ത് കയറിയിട്ട് നല്ല പക്കോടെ കൂടി ഇരിക്കുക ആണോ. പുള്ളി 2 ദിവസം അയാൾ വെച്ചിട്ട് അത് കവർ ചെയ്യാതെ കൂടി ഒരു ഇതും ഇല്ലാതിരിക്കുകയാണ്. പിന്നെ ഇച്ചിരി മടുക്കുവാണെങ്കിൽ അതുപോലെ ഒരാളൊന്ന് പുറത്തോട്ട് ഇറങ്ങി 2 മിനിറ്റ് നേരം കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവർ കയറിയിരിക്കും, ഉറപ്പായിട്ടിരിക്കും. പിന്നെ ചൂട് കൂടുവാണെങ്കിൽ ഇതുപോലെ ഞാൻ ഫാനിട്ട് കൊടുക്കും. ചൂട് കൂടുവാണ് പക സമയത്ത് ചൂട് ഫാനിട്ട് കൊടുക്കും. ആണ്. പിന്നെ എല്ലാ സമയത്തും ഞാൻ ഫോൺ എടുക്കാൻ എനിക്ക് പറ്റത്തില്ല. കാരണം ഇതിനകത്താകുമ്പോൾ ഫോണും കൊണ്ട് ചിലപ്പോൾ നടക്കാനൊക്കത്തില്ല. നമ്മൾ ചിലപ്പോൾ ഇതിന് തീറ്റ കൊടുക്കുമ്പോഴാണ്, അട വെക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ പൊളിച്ച് എല്ലാം ഒന്നും പൊട്ടി ചിലപ്പോൾ ഇറങ്ങത്തില്ല. ഇതുപോലെ നെല്ല് വാരി കൊടുക്കുമ്പോഴാണെങ്കിൽ, നെല്ല് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഉദ്ദേശം തീറ്റ മാത്രമല്ല, ഇത് പെട്ടെന്ന് മുട്ട പൊട്ടി വിരിയാനുള്ളൊരു ഇതോടെ കൂടിയാണ് അങ്ങനെ നെല്ല് വാരിയിട്ട് കൊടുക്കുന്നത്. തീറ്റയ്ക്ക് മാത്രമായിട്ടല്ല, അതൊരു നല്ല ഇതായിട്ടുള്ളതാണ്. പിന്നെ അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് അല്ലേ പറ്റത്തുള്ളൂ. അതെല്ലാം പൊട്ടി ഇങ്ങനെ ഇൻക്യുബേറ്ററിലേക്കോട്ട് പൊട്ടി ഇറങ്ങുവാന്നൊന്നും വിചാരിക്കരുത്. പൂമുള്ളു കുരിക്കുന്ന പോലെ ഇരിക്കുകയാണ്. ഇതിന്റെ പുറകിൽ പ്രയാസങ്ങളുണ്ട്.